എന്തായാലും വീണ വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കരിമണൽ കർത്തയിൽ നിന്ന് എന്ത് സേവനത്തിനാണ് പണം വാങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വീണ എപ്പോഴെങ്കിലും അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വീണ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കൃത്യമായി വിലയിരുത്തും. അതിൽ വീണ പറയുന്നതിൽ അസത്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ തീർച്ചയായും വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. ചിലപ്പോൾ അത് അറസ്റ്റിലേക്ക് വരെ എത്താം. SFIOയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. വീണയുടെ കാര്യങ്ങൾ കൃത്യമല്ല എങ്കിൽ, സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അക്കാര്യത്തിൽ വീണ പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപാട് നാൾ ആരെയും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ പിണറായിക്കും മകൾക്കും നന്നായി മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ 2010 മുതലുള്ള ആദായ നികുതി രേഖകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ചു. കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ 14 കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ 14 കോടി ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന് CMRL വ്യക്തമാക്കേണ്ടി വരും. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് SFIO അന്വേഷണം. ISB രേഖകളുടെ പുറത്തേക്കും SFIO അന്വേഷണം നീളുന്നതിന്റെ സൂചനയാണിതെന്ന് നിയമകേന്ദ്രങ്ങൾ കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന CMRL അടക്കമുള്ള 8 സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത്. എന്തായാലും വീണയുടെ കാര്യത്തിൽ അരുൺ പ്രസാദ് ഒരു തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പുലിയാണ് അരുൺ പ്രസാദ്. എല്ലാ കാര്യങ്ങളും ചികഞ്ഞെടുത്ത കൃത്യമായ വിവരങ്ങൾ എത്തിക്കേണ്ടിടത്ത് അദ്ദേഹം എത്തിക്കും. കൃത്യമായ വിവരങ്ങൾ ചികഞ്ഞെടുക്കുകയും ചെയ്യും. എന്തായാലും പിണറായിയുടെ മകൾ മൂട്ടിൽ തീ പിടിച്ചതുപോലെ എവിടെയാണ് ഒരു ആശ്വാസം കിട്ടുന്നതെന്നോർത്ത് നെട്ടോട്ടം ഓടുകയാണ്. ഇനി ഫയലുകൾ കത്തിക്കുമോ, അതോ വീണ രാജ്യം വിടുമോ, സംരക്ഷിക്കാൻ പുതിയ അഭിഭാഷകർ എത്തുമോ ഒക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്.